ഫണ്ട് ലാബ്സ് തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു നിനക്ക് തോന്നിയത്? ആ ഒരു കൺസിസ്റ്റൻസി നീ എങ്ങനെ കീപ്പ് ചെയ്തത്? കൺസിസ്റ്റൻസി ലൈക്ക് എന്താ പറയാ, ഞാൻ ആപ്പ് മേക്കറിലായിരുന്നു ഫസ്റ്റ് ജോബ് ആക്ച്വലി. അപ്പൊ അവിടെ നിന്ന് I was like lucky and I consider it one of my best experience I ever had. I think like, most people like have this affinity to the first company they work with. എനിക്ക് മാക്സിമം ലേൺ ചെയ്യാൻ പറ്റിയതും, ആൻഡ് അന്ന് നമ്മൾ ലെസ് ദാൻ 5-6 ആൾക്കാരുണ്ടായല്ലോ. And I was the first marketing guy, എല്ലാവരും tech guys, and I was the only marketing guy. I could see from how the product was being built from the scratch and how it was marketed. ആ ഒരു ജേർണി മൊത്തം അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. ഒപ്പം തന്നെ ടീമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റി, എവറിഥിങ്. ഐ തിങ്ക് ദ ഹോൾ ഫൈനൽ ലാബ്സ് what I'm doing right now, it's all credited to you. Yeah, I mean like ആ ഒരു ജംഗ്ഷൻ ആ ലൈഫ് പോയിന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ this wouldn't be happening. Right now we have like giving employments to 10 people. നീ ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, റൈറ്റ്? അതെ, 10 പേർക്ക് ജോലി എടുക്കുക എന്ന് പറയുന്നത് ഈ 10 പേരുടെ പേരിൽ എത്ര ഫാമിലി ഡിപ്പെൻഡന്റ് ആണ്. ഇറ്റ്സ് എ ബിഗ് തിങ്. അതെ, അപ്പൊ അതൊക്കെ പോസിബിൾ ആക്കി. ഇറ്റ്സ് ജസ്റ്റ് എ ലോങ് പ്രോസസ് ആണ്. ഇറ്റ്സ് ബീൻ ലൈക്ക് നമ്മള് ഇന്നൊന്നും തുടങ്ങിയില്ല. ഇറ്റ്സ് ബീൻ ലോങ് ടൈം വി ഡൂയിങ് സംതിങ് ഓർ അനദർ. ലാസ്റ്റ് ക്ലിക്ക് ആയത് ഫൈനൽ ലാബ്സ് ആണ്. അപ്പം നീ ഇതിന്റെ മുമ്പാണെങ്കിലും when we were discussing, right, you have started a lot of things. അതെ, and you understand എന്താണ് അവിടെ മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത്. അതെ, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു സാധനത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഫെലിക്സ് കാണുന്നത് ആസ് എൻ ഇൻഡിവിജ്വൽ. നിന്റെ ഒരു പ്രീവിയസ് നീ ഫൈനൽ ലാബ്സ് ചെയ്യുന്നതിന് മുമ്പ് വേറെ 1-2 സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നിനക്ക് തോന്നിയ ഒരു ഗ്യാപ്പ് എന്തായിരുന്നു അവിടെ? അവിടെ ഞാൻ എന്താ പറയാ, റാൻഡം സാധനങ്ങളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ തന്നെ എന്താ പറയാ പുതിയതായിട്ട് സാധനങ്ങളായിരിക്കാം, ടോട്ടലി ചിലപ്പോ ഒന്നും വെൽ റിസർച്ച് ഇല്ലാത്ത മാർക്കറ്റ് ആയിരിക്കാം. പിന്നെ ഫൈനൽ ലാബ്സ് വന്നപ്പോ കുറച്ച് മെച്യൂറായി. ഐ തിങ്ക് ആ ഒരു സമയത്ത് മേ ബി കുറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കി, പക്ഷെ ഒന്നിലും വർക്ക്ഔട്ട് ആവണില്ല. ദെൻ ഇവൻച്വലി നീ ഒരു സംഭവം കണ്ടെത്തണം. ഓക്കെ, ആൻഡ് ഷോപ്പിഫൈ വാസ് എ നോ ബ്രെയിനർ. കാരണം നമ്മൾ ഈ കൊമേഴ്സിലേക്ക് ആണ് ഫോർ ദ ലാസ്റ്റ് 5 years വർക്ക് ചെയ്തത്. ഐ വാസ് ഡൂയിങ് ജോബ്. അതുകൊണ്ട് ഈ ഷോപ്പിഫൈ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെ നമ്മൾ ഇൻവോയ്സ് പ്രിന്റിംഗ്, ഇപ്പൊ നമ്മൾ QR പ്രിന്റിംഗ്, ഓൾ ദിസ് വി ഹാവ് ദിസ് ആപ്സ്. ഞാനതിൽ കൂടുതൽ മനസ്സിലാക്കുന്ന സാധനം പ്രൈമറിലി നമ്മളെന്തൊരു സാധനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാല് ദർ ഇസ് നോ ഓവർനൈറ്റ് സക്സസ്, റൈറ്റ്? അതൊരു അതിന്റെ പുറകിലുള്ള പല ഫാക്ടേഴ്സ് ജോയിൻ ചെയ്യുമ്പോഴാണ് അത് പ്രോപ്പർലി ലോങ് ടേം സാധനമായിട്ട് മാറും. ടൈം എടുക്കും. അതൊരു നിങ്ങൾ ഫോർ യു ഗൈസ് 10 years എടുത്തു ടു കൈൻഡ് ഓഫ് ഫിഗർ ഔട്ട്. അപ്പം നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാല് ഈ 10 years മെജോറിറ്റി സമയം നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കോളേജിലായിരുന്നു. അതെ, നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്ക് കിട്ടി ലോട്ടറി പോലെ ആയിരുന്നു നമ്മുടെ ഒരു ഹോൾ ഐഡിയ എന്ന് പറയുന്നത്. കാരണം നമ്മൾ തുടക്കത്തില് കോളേജിലായ സമയത്ത് നമ്മൾ ബാക്കി വരുന്ന സമയത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യും, വർക്ക് ചെയ്യും, സാധനം വരും, ഔട്ട്കം വരും. അതെ, കോളേജിൽ ഞാനും സ്റ്റാർട്ട് ചെയ്ത കോളേജ് സമയത്താണ്. അവിടെ നത്തിങ് ടു ലൂസ്. അതാണ് കോളേജ് കഴിയുകയാണെങ്കിൽ യു വിൽ ഹാവ് സം പ്ലേസ്മെന്റ്, യു വിൽ ഗെറ്റ് പ്ലേസ്ഡ് ഇൻ സം അതർ കമ്പനി. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പലതും ട്രൈ ചെയ്യുക ആൻഡ് സീ വാട്ട് വർക്ക്സ്. അതെ, കാരണം ഇതില് അനിയൻ കോളേജ് പഠിക്കാണ്, ഫൈനൽ ഇയർ ആണ്. അപ്പം അവൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനവിടെ അവന്റെ അടുത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ഞാൻ കോളേജിൽ പഠിച്ച സാധനങ്ങൾ എനിക്ക് തോന്നി ഇവരെന്തെങ്കിലും ചെയ്യുന്ന നല്ലതാണ്. കാരണം അവന് കമ്പ്യൂട്ടർ സയൻസ് ആണ്, അങ്ങനെ ടെക്നോളജി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാനിത് പറഞ്ഞു നീ ഒരു ഷോപ്പിഫൈ ആപ്പ് ഉണ്ടാക്കി നോക്ക്. അവന്റെ ഒരു പാർട്ട്ണറും കൂടി ഒരു ആപ്പ് ഉണ്ടാക്കി ഇട്ടു. അവനത് അപ്പം അവനത് അറിയണ്ടായിരുന്നില്ല ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടോ എന്നുള്ള സാധനങ്ങളൊന്നും അവനറിയില്ല. മെജോറിറ്റി നമ്മൾ കോളേജ് എന്താ ചെയ്യാം, ചില ആൾക്കാർ ടെക്നോളജി പഠിക്കും, ചില ആൾക്കാർ പ്രത്യേകിച്ച് കോളേജ് എൻജോയ് ചെയ്ത് പോകും, വിച്ച് ഇസ് അബ്സല്യൂട്ട്ലി ഫൈൻ. ഞാൻ പറയാം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഇത് ഇപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു 10 ബ്രാൻഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ബിസിനസ് അവന് മുന്നോട്ട് ഉണ്ടാവും, വിച്ച് ഇസ് ഗുഡ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, റൈറ്റ്? അല്ലെങ്കിൽ അവൻ ആ ലേണിങ്സ് അവന് നെക്സ്റ്റ് ജോബിലേക്ക് അവനെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. അതെ, എന്തായാലും കോളേജിൽ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള സംഭവം കൂടിയായി. അത് ഇതർ അവന് ഒരു ഇന്റർവ്യൂവിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ അവന്റെ സൈഡിലൊരു പ്രോപ്പർ ഐ ഹാവ് ബിൽഡ് ദിസ്. ഇത്രയും റവന്യൂ ഉണ്ടാക്കാൻ പറ്റി. റവന്യൂ ഇല്ലെങ്കിൽ ഞാൻ ഇത്ര വർക്ക് ചെയ്തു. അതെ, and it's a loss, so that's okay. I have a lot of learnings on top of that. അതെ, ഇപ്പൊ ആപ്പ് മേക്കറിലാണെങ്കിലും when you hire people, right, how is that like? ഇപ്പൊ ഇതുപോലെ എക്സെപ്ഷനലി എന്തെങ്കിലും ചെയ്ത ആൾക്കാര്, നമുക്ക് നമ്മുടെ കാര്യം കുറച്ച് കുറെ കൂടി നമുക്ക് ആ ഡ്രൈവ് ഉണ്ട്. നമ്മള് really look at the numbers, right? നമ്മള് അറ്റ്ലീസ്റ്റ് $2 million സെയിൽസ് നമ്മുടെ ആപ്പിലൂടെ മന്ത്ലി നടക്കുന്നുണ്ട്,
റേറ്റ് അപ്പോഴൊന്നല്ല എനിക്ക് ഒന്ന് ക്ലോസ് ടു 10-15 മില്യൺ മന്ത്ലി നമ്മുടെ ആപ്പുകളിലൂടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അല്ലല്ല. അല്ല Okay, carry on. അപ്പം ഇത്രയും ട്രാൻസാക്ഷൻസ് നമ്മുടെ ആപ്പിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് മാനേജ് ചെയ്ത് നമുക്ക് ആകെ 5 എഞ്ചിനീയറിംഗ് ടീമേ ഉള്ളൂ. മനസ്സിലായി. 5 engineers ആണ് നമുക്ക് ആകെ എഞ്ചിനീയേഴ്സ് ഉള്ളൂ. അതിൽ തന്നെ 2 ബാക്കിൻ്റെ ഉള്ളൂ. റേറ്റ് ഞാൻ പറയുന്ന പോയിന്റ് വാട്ട് വി റിലീവ് നമ്മൾ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നത് നമുക്കൊരു ലോങ് ടൈം നമ്മൾ വിളിക്കുന്നത് ലോങ് ടൈം ആൾക്കാരാണ് വേണ്ടത്. ഇറ്റ് ഡസന്റ് മാറ്റർ ടെക്നോളജി ആണെങ്കിലും വേറെ ഏതാണെങ്കിലും നമ്മൾ ഹയർ ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ചെയ്യുന്ന ജോലിയോട് അവർക്ക് പ്രോപ്പർലി ഒരു ഇൻസ്പിറേഷൻ വേണം. അവർക്കും ഇഷ്ടമുള്ള ജോലിയാണ് അവർ ചെയ്യണത്. അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരെ മാത്രം നമ്മൾ ഹയർ ചെയ്യാൻ പ്രിഫർ ചെയ്യും. ഒരാൾ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് കഴിഞ്ഞത് കൊണ്ട് മാത്രം എഞ്ചിനീയറിംഗ് തന്നെ എടുക്കണമെന്നില്ല. അതെ, അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളതിൽ വർക്ക് ഓൺ ചെയ്യാം. എന്തായാലും ഒരു കരിയർ എന്ന് പറയുമ്പോൾ ഒരു 10-20-30 ഇയേഴ്സ് സ്പാനിങ് ആണ്. നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ there is no point of use, right? എക്സാക്ട്ലി. ഇപ്പൊ നമ്മൾ കാണുന്നതാണ് ഡെഫിനറ്റ്ലി സ്കിൽസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പാർട്ട്, റൈറ്റ്? ആൻഡ് ആൾസോ ദാറ്റ് ഡ്രൈവ്. നമുക്കത് ഇൻസ്പയർ ചെയ്യണം എന്നുള്ളതൊരു, അല്ലെങ്കിൽ നമ്മളാ കരിയറാണ് നമുക്ക് ലോങ് ടേമിൽ എടുക്കേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി എങ്കിലും വേണം. മനസ്സിലായി. ചില ആൾക്കാർക്കുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ പിന്നെ അതിൽ ആ കൂടെ ഓപ്ഷൻസ് ഉള്ളത് ട്രൈ സംതിങ്, 2-3 ട്രൈ ചെയ്ത് നോക്കാം. വിച്ച് വൺ വർക്ക്സ്, ദാറ്റ്സ് ഗ്രേറ്റ്.